ഹായ് വെൽക്കം ടു ബിഗ് ലേണിംഗ്. നമ്മുടെ ഗവൺമെന്റ് എക്സാംസിലേക്ക് വരുമ്പോൾ വൺ ഓഫ് ദി ഏറ്റവും മേജർ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു ഏജൻസിയാണ് നമുക്കറിയാം നമ്മുടെ റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഓരോ വർഷവും ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്ന, ഒരുപാട് പുതിയ പോസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരുപാട് പുതിയ പോസ്റ്റുകൾക്ക് അടക്കം റിക്രൂട്ട്മെന്റ് വരുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഓർഗനൈസേഷനാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ഇന്ത്യൻ റെയിൽവേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷം ഇപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നമുക്ക് വരാറുണ്ട്. ALP ടെക്നീഷ്യൻ, അതുപോലെ തന്നെ നമ്മുടെ RRB, NTPCയുടെ ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ്, ഗ്രൂപ്പ് ഡി എക്സാംസ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ടെക്നിക്കൽ ആയിട്ട് വിളിക്കുന്ന എക്സാംസ് ഉണ്ട്, ലൈക്ക് നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ, അപ്പം അങ്ങനെയൊക്കെയുള്ള ടെക്നീഷ്യൻ, അങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകൾ. ഇത് കൂടാതെ നമുക്കറിയാം നമ്മുടെ റെയിൽവേ RPFന്റെ കോൺസ്റ്റബിളും, അതേപോലെ RPFന്റെ SI, ഇങ്ങനെയുള്ള പോസ്റ്റുകൾക്ക് വിളിക്കാറുണ്ട്. ഇത് കൂടാതെ നമുക്കിപ്പം വേറെ പല പുതിയ പുതിയ പോസ്റ്റുകൾക്ക് അടക്കം ചിലപ്പോൾ ഈ ഒരു പറയുന്ന എക്സാംസിൽ തന്നെ പുതിയ പോസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യുകയോ, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ പോലെ സെക്ഷൻ കൺട്രോളർ പോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻസ് കൊണ്ടുവരികയോ ഒക്കെ തന്നെ നമ്മുടെ റെയിൽവേ എക്സാംസിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. റെയിൽവേയിൽ നമുക്ക് നടക്കുന്നുണ്ട് റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇതേ റെയിൽവേ എക്സാംസിനെ കുറിച്ച് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റെയിൽവേ എക്സാംസിലേക്ക് വരുമ്പോഴും നമുക്ക് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ ഒരു വളരെ മേജർ ആയിട്ടുള്ള, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്. നമ്മൾ ഇതിനെ എങ്ങനെ ഫോക്കസ് ചെയ്യണം, എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അടക്കം. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ ആ ക്വസ്റ്റ്യൻസിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, സ്കൂൾ വെച്ച് കുറച്ചൊന്ന് മാറി ഇവിടെ എങ്ങനെയാണ് നമ്മൾ അതിനെ ചെയ്യേണ്ടത് എന്നുള്ളത് അടക്കമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ എല്ലാവരും വെൽക്കം ചെയ്യുന്നു ഈ ഒരു സെഷനിലേക്ക്. അപ്പോൾ നമ്മുടെ റെയിൽവേ എക്സാംസിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് മേജർ ആയിട്ട് അവിടെ 3 സബ്ജക്ട്സ് ആണ് നമുക്ക് മെയിൻലി റെയിൽവേ എക്സാംസിലൊക്കെ തന്നെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന 3 ഏരിയാസ് എന്ന് പറയുന്നത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, അതുപോലെ തന്നെ നമ്മുടെ റീസണിങ്ങും, അതുപോലെ നമ്മുടെ ജനറൽ അവയർനെസിന്റെ ഏരിയ. ഈ ജനറൽ അവയർനെസിന്റെ ഏരിയ പല എക്സാംസിലേക്ക് വരുമ്പോൾ ജനറൽ സയൻസും ജനറൽ അവയർനെസ് ആയിട്ട് സ്പ്ലിറ്റ് ആവാറുണ്ട്. ബട്ട് ലെറ്റ്സ് സേ നമ്മുടെ ആ ഒരു ജനറൽ അവയർനെസ് വിച്ച് ഇൻക്ലൂഡ്സ് GK അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക് എന്നുകൂടി ഒരു ആംഗിളിൽ നമുക്ക് പറയാം. ഇതുകൂടാതെ നമ്മുടെ ടെക്നിക്കൽ എക്സാംസ് വരുമ്പോഴും അവിടെ സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പറയുന്ന ഏരിയാസ് ഒക്കെ തന്നെ അവിടെയും ഉണ്ട്. നമ്മുടെ ഇപ്പം റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഏരിയ തന്നെ നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഏതൊരു റെയിൽവേ എക്സാംസ് എടുത്താലും നമ്മൾ ഈ പറയുന്ന ഏരിയാസ് ഒക്കെ തന്നെ അവിടെ ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് ചിലപ്പോൾ ടെക്നിക്കൽ എക്സാംസ് ആണെങ്കിൽ ടെക്നിക്കൽ സബ്ജക്ട് നോളജ് കൂടി നമുക്ക് വരും. അപ്പോൾ ആ ഒരു ടെക്നിക്കൽ സബ്ജക്ട്സിന്റെ ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് അവിടെ ഇൻക്ലൂഡ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏതൊരു എക്സാം എടുത്താലും റെയിൽവേയുടെ അവിടെ വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇതിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ റെയിൽവേ എക്സാംസിൽ വരെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്കവിടെ ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളത്. ഇപ്പോൾ കമ്പയർ ടു അതർ എന്താ പറയുക കോമ്പറ്റേറ്റീവ് എക്സാംസ്, നമുക്ക് അവിടെ നോക്കുമ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ജനറൽ അവയർനെസ് കൂടാതെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു വലിയൊരു ഫാക്ടറാണ് ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് 3 സബ്ജക്റ്റ് മാത്രമേ പഠിക്കേണ്ടി വരുന്നുള്ളൂ. മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്. പിന്നെ ടെക്നിക്കൽ എക്സാംസ് വരുമ്പോൾ ആ ഒരു ഏരിയ കൂടി ആണ് നമുക്ക് നോക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഏരിയ ഒരുപാട് പേർക്ക് മേ ബി കുറച്ച് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന, അറ്റ്ലീസ്റ്റ് തുടക്കത്തിലെങ്കിലും കുറച്ച് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന മെയിൻ റീസൺ സ്കൂളിൽ പഠിച്ച മെത്തേഡ്സ് അതേപോലെ തന്നെ കോപ്പി ചെയ്യാൻ നോക്കുന്നത്, നമ്മുടെ ഒരുപാട് ബുക്കുകൾ ഫോളോ ചെയ്യുന്ന ഒരു യൂഷ്വൽ കൺവെൻഷണൽ X&Y വേരിയബിൾ അപ്രോച്ചുകളൊക്കെ യൂസ് ചെയ്യാൻ നോക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വഴി അവിടെ ഒരുപാട് സമയം പലർക്കും എടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെങ്കിലും പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ സ്കൂളിലെ മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന കാരണം കുറച്ചെങ്കിലും സമയം എടുക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പിന്നെ പ്രാക്ടീസ് വഴി അതിന് കറക്റ്റ് ക്ലാസ്സസ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ശരിക്കുള്ളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള അപ്രോച്ച്, കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള അപ്രോച്ചിലേക്ക് നമ്മൾ എത്തിച്ചേരാറുമുണ്ട്. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഏരിയ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, എന്തൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെഷനിൽ മനസ്സിലാക്കാം. റെയിൽവേയുടെ ഏതൊരു എക്സാമിന് വേണ്ടിയും നമുക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് എല്ലാ എക്സാംസും ഫോളോ ചെയ്യുന്ന സിലബസ് ഏകദേശം ഒരേപോലെ തന്നെയാണ്. ചില 10th ലെവൽ എക്സാംസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അവിടെ ചിലപ്പോൾ അഡ്വാൻസ് മാത്സിന്റെ ഒരു ഏരിയ ഇല്ലായിരിക്കും. ബട്ട് അതർവൈസ് ബാക്കിയുള്ള എല്ലാ എക്സാംസിനും നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് എന്താണ്, ഒരേപോലെ തന്നെയാണ്. അഗെയിൻ അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ്. എന്ന് പറഞ്ഞാൽ എല്ലാ എക്സാംസിനും ഒരേപോലത്തെ സിലബസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ ഒരേപോലത്തെ സിലബസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിൾ എക്സാം ആണെങ്കിൽ ചില ടോപ്പിക്ക് നമുക്കവിടെ വരത്തുമില്ല. ആ ഒരു ആംഗിളിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല, നമ്മൾ കുറേ എക്സാംസിന് വേണ്ടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്ന പോലെ കൂടിയാണ്. അപ്പോൾ അതും നമ്മുടെ ഈ ഒരു റെയിൽവേയുടെ ഏതൊരു എക്സാം വരുവാണെങ്കിലും നമുക്ക് അവിടെ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് പ്രിപ്പയർ ചെയ്യാനും ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ്റെ ആവശ്യം നമുക്ക് അവിടെ വരുന്നില്ല. ഒരു പ്രിപ്പറേഷൻ വഴി തന്നെ നമുക്ക് ബാക്കിയുള്ള എക്സാംസിലൊക്കെ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ റെയിൽവേ എക്സാംസിലേക്ക് വരുമ്പോൾ
നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിന്റെ ഏരിയ അല്ലെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയപ്പെടുന്ന ഏരിയ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ലിസ്റ്റ് ഓഫ് ടോപ്പിക്സ് ആണ് നമുക്കവിടെ പഠിക്കാനുള്ളത്. ആ ഒരു ടോപ്പിക്സിനെ നമുക്ക് യൂഷ്വലി നോട്ടിഫിക്കേഷനിലേക്ക് വരുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് പോലെ, ഒരു ബ്രീഫ് ആയിട്ടുള്ള പാരഗ്രാഫ് പോലാണ് ആക്ച്വലി അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ പല ടോപ്പിക്സും വളരെ ഷഫിളായിട്ട് ആദ്യം കൊടുക്കേണ്ട ടോപ്പിക്സ് അവസാനം അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്സിന് തന്നെ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഇല്ല, ആ ഒരു നമുക്ക് പാരഗ്രാഫിൽ പോലും പലതും മിസ്സിംഗ് കൂടിയാണ്. അപ്പോൾ അങ്ങനെ മിസ്സിംഗ് ആയിട്ടുള്ള ടോപ്പിക് കൂടി ഇൻക്ലൂഡ് ചെയ്ത് അതിനെ കറക്റ്റ് ഓർഡറിൽ കൂടി നമ്മുടെ ഫസ്റ്റ് വരേണ്ട ടോപ്പിക്സിന് ഫസ്റ്റും ലാസ്റ്റ് വേണ്ട ടോപ്പിക്കിനെ ലാസ്റ്റും കീപ്പ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു പ്രോപ്പർ നമ്മുടെ ആ ഒരു റെയിൽവേ എക്സാംസിന് വേണ്ടി ആവശ്യമുള്ള ക്വാണ്ടിറ്റി ആപ്റ്റിന്റെ ചാപ്റ്റേഴ്സിനെയാണ് വളരെ പ്രോപ്പർ ആംഗിളിൽ ഇപ്പോൾ അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡമസ് നമ്മുടെ സിംപ്ലിഫിക്കേഷനിൽ തുടങ്ങി ഏറ്റവും ബേസിക് ഏരിയയിൽ തുടങ്ങി വളരെ ബേസിക് ആയിട്ടുള്ള ഡെസിമൽ, ഫ്രാക്ഷൻസ്, സ്ക്വയർ റൂട്ട് അങ്ങനെയുള്ള ഒരു ഏരിയാസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ നമ്പർ സിസ്റ്റം, HCF, LCM, പെർസെൻറ്റേജ്, റേഷ്യോ പോലത്തെ വളരെ ബേസിക് ചാപ്റ്റേഴ്സും അതിനുശേഷം അതിന്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുന്ന പോലത്തെ ഏജസ്, പാർട്ട്ണർഷിപ്പ്, ടൈം ആൻഡ് വർക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റം, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ട്രെയിൻ, ബോട്ട്സ് ആൻഡ് സ്ട്രീം, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, എലിമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ ഇങ്ങനെയുള്ള ടോപ്പിക്സ് പിന്നെ നമുക്ക് അവിടെ വരുന്നുണ്ട്. പിന്നാണ് നമ്മുടെ അഡ്വാൻസ് മാത്സ് എന്ന് പറയുന്ന ഒരു ഏരിയ വരുന്നത്. അഡ്വാൻസ് മാത്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന് മുമ്പ് പറയുന്ന ടോപ്പിക്കിനല്ല നമ്മളൊരു അരഥമാറ്റിക് ചാപ്റ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്സിനെ നമ്മൾ അഡ്വാൻസ് മാത്സ് എന്നൊരു ആംഗിളിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ ടോപ്പിക്സ് എന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഓൾജിബ്ര, ജോമെട്രി, ട്രിഗ്നോമെട്രി, മെൻസുറേഷൻ ആണ് ആ ഏരിയ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഏരിയ എല്ലാ എക്സാമിനും ഉണ്ടോ ചോദിച്ചാൽ എല്ലാ എക്സാംസിനും അങ്ങനെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ അല്ല. പക്ഷേ ഇതിലെ മെൻസുറേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് എല്ലാ എക്സാംസും നമുക്ക് വളരെ കോമൺ ആയിട്ട് ചോദിക്കാറുണ്ട്. പക്ഷേ ഓൾജിബ്ര ആയാലും ജോമെട്രി ആയാലും ട്രിഗ്നോമെട്രി ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു ലോവർ ലെവൽ എക്സാംസ് ഒക്കെ ആണെങ്കിൽ 10th ലെവൽ എക്സാമിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കുറവാണ്, അല്ലെങ്കിൽ ആ ടോപ്പിക് തന്നെ നമുക്ക് അവിടെ ചോദിക്കത്തില്ല എന്നൊരു ആംഗിളാണ് വരുന്നത്. പക്ഷേ ഒരു +2 ഓർ എബവ് വരുന്ന എക്സാംസ് ആണെങ്കിൽ അവിടെ എല്ലാം നമുക്ക് എന്ത് പഠിക്കാനും ഉണ്ട്, ഈ ഒരു ടോപ്പിക്സ് പഠിക്കാനുണ്ട്. ക്വസ്റ്റ്യൻസിന്റെ ഫ്രീക്വൻസി നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അവിടെ നിന്ന് മെൻസുറേഷൻ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ അത് ഇയർ ടു ഇയർ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉറപ്പായിട്ട് നമുക്ക് അവിടെ കാണാനും പറ്റും. അപ്പോൾ ഈ ഒരു കാണുന്ന ലിസ്റ്റ് ഓഫ് ടോപ്പിക്സ് ഇതാണ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ റെയിൽവേ എക്സാംസിൽ ഏതൊരു എക്സാം എടുത്താലും, അതിപ്പോൾ ടെക്നിക്കൽ ആയിക്കോട്ടെ, നമ്മുടെ ഒരു ഗ്രാജുവേറ്റ് ലെവലിലേക്ക് NTPC എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 10th ക്ലാസ്സിലേക്ക് നമ്മുടെ ഗ്രൂപ്പ് D എക്സാം ആയിക്കോട്ടെ, ഏതൊരു എക്സാം എടുത്താലും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ കീപ്പ് ചെയ്യുക, ഇൻഫാക്ട് നിങ്ങളുടെ ഫോണിൽ തന്നെ കീപ്പ് ചെയ്യുക എന്നുള്ളത് നല്ലതായിരിക്കും. നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ലിസ്റ്റ് ഓഫ് ടോപ്പിക്സ് ഏതൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളൊരു ട്രാക്ക് കീപ്പ് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങളിത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുടെ ഉണ്ട്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം. ബട്ട് അറ്റ് ദ സെയിം ടൈം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കണം. അതുപോലെ ആദ്യമേ കവർ ചെയ്യേണ്ട കുറച്ച് ബേസിക് ഏരിയാസ് നമ്മൾ ആദ്യം തന്നെ കവർ ചെയ്യണം. അത് നമ്മൾ പിന്നത്തേക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ പാടില്ല. അപ്പോൾ ആ ബേസിക് ഏരിയ സ്ട്രോങ് ആക്കുക. പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഓരോ ടോപ്പിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഈ പഠിക്കുന്ന ടോപ്പിക്ക് അത്ര റെലവെന്റ് ആണോ, അത്രയും വർത്ത് ആണോ, അതിന് അത്രയും സമയം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അതോ കൂടുതൽ സമയം കൊടുക്കേണ്ട ഒരു ടോപ്പിക് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അത് മനസ്സിലാവുന്ന എവിടെ നിന്നാണ്, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴും പ്രീവിയസ് ഇയർ എക്സാമിനെ അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്രത്തോളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഫ്രീക്വന്റേ അല്ല, വല്ലപ്പോഴേ വരാറുള്ളൂ എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൂടാതെ പിന്നെ ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ചാപ്റ്ററിന്റെ ഉള്ളിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ റെയിൽവേ എക്സാംസിന്റെ ഒരു സിലബസ് എന്ന് നമുക്ക് പറയാൻ പറ്റും, ഏതൊരു റെയിൽവേ എക്സാംസ് എടുത്താലും. ഇനി ഇതിനെ എങ്ങനെ ഫോക്കസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസിനെ ചോദിച്ച രീതി ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് അനലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്കിപ്പം ഈ പറയുന്ന പെട്ടെന്ന് RRB NTPC എക്സാംസിന്റെ നമുക്ക് നടന്ന ഒരു എക്സാം ഒന്ന് അനലൈസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് RRB NTPC എക്സാംസിൽ ഓരോ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു കൗണ്ട് ആണ് നിങ്ങൾ ആ കാണുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നോക്കി കഴിഞ്ഞാൽ ഈ 2025 നമ്മുടെ ആ ഒരു എക്സാം നടന്നത്. അടുത്ത 2026 നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ അതേപോലൊക്കെ നമുക്ക് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ഒരു കൗണ്ട് എങ്ങനെയാണ്, ഓരോ ചാപ്റ്ററിന്റെയും റെലവൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടുന്ന് ആ ഗ്രാഫിൽ നിന്ന് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ചില ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തു പറയുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്പർ സിസ്റ്റം, പെർസെൻറ്റേജ്, റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ തന്നെ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതുപോലെ ആവറേജ്, നമ്മുടെ ഓൾജബ്ര, മെൻസുറേഷൻ, ഇതൊക്കെയാണ് ഏറ്റവും
ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ആ ഗ്രാഫിന്റെ ആ ഒരു ഹൈറ്റ് വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ഇതൊരു എക്സാമ്പിളിന് വേണ്ടി നമ്മൾ കാണിച്ചതാണ് RRB NTPC എക്സാം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു നടന്ന ടെക്നിക്കൽ എക്സാം എടുക്കുകയാണെങ്കിൽ, നമ്മുടെ RRB ജെയുടെ എക്സാം എടുക്കുകയാണെങ്കിൽ, ഒരു ജസ്റ്റ് ഒരു എക്സാമിന് വേണ്ടി മാത്രമാണ് ഈ ഒരു ഗ്രാഫ് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു എക്സാം നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ പറയുന്ന നമ്പർ ഓഫ് ഷിഫ്റ്റുകൾ കുറവായിരിക്കും. സോ നമുക്ക് അവിടെ നിന്ന് നടന്ന ക്വസ്റ്റ്യൻസിന്റെയും ഓരോ ചാപ്റ്ററിന്റെ ഒരു വെയിറ്റേജ് നമുക്ക് അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് എവിടെ നിന്നൊക്കെയാണെന്ന് നോക്കിക്കേ. അതേ സിംപ്ലിഫിക്കേഷൻ, നമ്പർ സിസ്റ്റം, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അതേ പെർസെൻറ്റേജ്, റേഷ്യോ, അതേപോലെ ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പിന്നെ നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾജബ്ര, മെൻസുറേഷൻ, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ നമുക്ക് അവിടെ കാണാൻ പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ടോപ്പിക്സിൽ നിന്നാണ് ഇവിടെയും നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ആൻഡ് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് കുറവുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കൂടുതലുള്ള പോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് കുറവുള്ളത് നോക്കുന്നത്. ബിക്കോസ് ആ ചാപ്റ്ററിന് വേണ്ടി ഒരുപാട് സമയം കളയാൻ പാടില്ല നമ്മൾ. അപ്പൊ അങ്ങനെ ഒന്ന് നമ്മൾ ആ ഒരു ആംഗിൾ കൂടി, ആ ഒരു സൈഡ് കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റേഷ്യോ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ള പോലെ തന്നെ നമുക്ക് പാർട്ട്ണർഷിപ്പ്, ഏജസ്, ട്രെയിന്, ബോട്ട്, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിൽ നിന്നൊക്കെ ജമട്രി, അതിനൊക്കെ വളരെ കുറവ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അത് റെയിൽവേ ജെഇ എക്സാമിൽ മാത്രമല്ല, നമ്മളിപ്പം ഇതേപോലെ RRB NTPC എക്സാമിലൂടെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പാർട്ട്ണർഷിപ്പ്, ഏജസ്, നമ്മുടെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, നമുക്ക് അവിടെ ജമട്രി, അവിടെയൊക്കെ വളരെ കുറവ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അത് ഇവിടെയും നമ്മുടെ ഈ പറഞ്ഞ ഒരു നോൺ ടെക്നിക്കൽ എക്സാം ആയ NTPC ആയാലും ശരി, ഒരു ടെക്നിക്കൽ എക്സാം ആയ ജൂനിയർ എഞ്ചിനീയറുടെ എക്സാം ആയാലും ശരി, അത് രണ്ടിലും അത് അതേപോലെ തന്നെ ഫോളോ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് കാണിക്കാനുള്ള മെയിൻ റീസൺ എന്താ എന്ന് ചോദിച്ചാൽ, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏത് റെയിൽവേ എക്സാമിന് വേണ്ടിയാണോ പ്രിപ്പയർ ചെയ്യുന്നത്, ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ശരിക്കും റെലവെന്റ് ആണോ, എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ എപ്പോഴും മൈൻഡിൽ വെച്ചിട്ടായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻസ് നമ്മൾ തുടങ്ങേണ്ടതും കൊണ്ടുപോകേണ്ടതും അതിനുശേഷമുള്ള അഡ്വാൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടതും. അപ്പൊ ഇവിടുന്ന് വളരെ ക്ലിയർ ആണ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് അടക്കം ക്ലിയർ ആണ്, ഏതൊക്കെയാണ് ഒരു നടുക്ക് വരുന്നത് എന്ന് നമുക്ക് അവിടെ നിന്ന് ക്ലിയർ ആണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്സ് എങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമിൽ മാത്രം അങ്ങനെയാണ് എന്നും അല്ല. നമ്മുടെ ഇപ്പൊ 2 എക്സാം നമ്മൾ നോക്കിയിട്ടുണ്ട്. അതും നമ്മൾ നോക്കിയ 2 എക്സാംസ് പറഞ്ഞാൽ നോൺ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് ലെവൽ ആണെങ്കിൽ അടുത്തത് ഗ്രാജുവേറ്റ് ലെവലിൽ തന്നെ വരുന്ന ടെക്നിക്കൽ എക്സാം ആയ ജൂനിയർ എഞ്ചിനീയർ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ രണ്ടിന്റെയും ഗ്രാഫ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ കാരണം നമുക്ക് ക്ലിയർ ഐഡിയ കിട്ടും അവിടെ നിന്ന് ശരിക്കും ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഒരേപോലെ തന്നെയാണോ ഇമ്പോർട്ടൻസ് വരുന്നത്, റെലവൻസ് ഒരേപോലെ ആണോ വരുന്നത് എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഏതൊക്കെ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണോ അതിന് കൂടുതൽ സമയം കൊടുക്കുക, ഏതൊക്കെ ചാപ്റ്റർ അതിനെ ഒരു പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് നമുക്ക് പറയാം. അതിനുശേഷം പിന്നെ വരുന്ന ചാപ്റ്റേഴ്സ് അതിനൊരു സെക്കൻഡറി ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിന്റെ ഏറ്റവും ലാസ്റ്റിലാണ് നമ്മൾ എന്ത് ഫോക്കസ് ചെയ്യേണ്ടത്. വളരെ ചെറിയ ക്വസ്റ്റ്യൻസ് വരുന്ന നമ്മളിപ്പം പറഞ്ഞ പോലെ ഏജസ്, പാർട്ട്ണർഷിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ട്രെയിന്, ബോട്ട്, ജോമെട്രി, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് പോലത്തെ ചാപ്റ്റേഴ്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിന്നെ ഡെഫിനറ്റ്ലി ചില ചാപ്റ്റേഴ്സ് എങ്കിലും നമുക്ക് ചില എക്സാംസിൽ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കാറുണ്ട്. അങ്ങനെയുള്ള ടോപ്പിക്സ് നമ്മൾ നോക്കി വെച്ചേക്കുക. ഇപ്പൊ ആവറേജ് പോലത്തെ ചാപ്റ്റേഴ്സ് നമുക്ക് അങ്ങനെയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ചില എക്സാംസിൽ ആവറേജ് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, ചില എക്സാമിൽ ആവറേജ് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില ചാപ്റ്റേഴ്സും ഉണ്ട് എക്സാം ടു എക്സാം മാറി മാറി ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷേ സ്റ്റിൽ അതൊരു ഇമ്പോർട്ടൻസ് ഉറപ്പായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ആ ഒരു ഗ്രാഫിൽ നിന്നാണ് നമുക്ക് ക്ലിയർ ആണ്. അപ്പൊ ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആസ് എ എക്സാമ്പിൾ കാണിച്ചാണ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാൻ വേണ്ടി ശരിക്കും ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, റെലവൻസ് എങ്ങനെയാണ് എന്നുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷനിലേക്ക് ഒന്ന് കടക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പ്രിപ്പറേഷനെ നമുക്കൊരു 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു 3 സ്റ്റേജസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്തായിരിക്കണം? നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളൊരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്ട്രോങ് ആക്കി എടുക്കണം ആദ്യമേ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമേ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തൊക്കെയാണ് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, അത്യാവശ്യം നമുക്ക് സ്ക്വയർ ഒക്കെ നല്ല ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നമുക്ക് ഈ പറയുന്ന 1 തൊട്ട് 40 വരെയുള്ള സ്ക്വയർ നമ്മൾ നല്ലപോലെ പഠിച്ചു വെക്കണം. അത് കൂടാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില നമ്പേഴ്സ് ഉണ്ട്, അതിന്റെ സ്ക്വയർ ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു വെക്കണം. നമ്മൾ ഈ പറയുന്ന സ്ക്വയർ ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് ഒക്കെ നമ്മൾ പഠിക്കുമെങ്കിലും നമ്മൾ ആ ഷോർട്ട് കട്ട്സ് ഒന്നും നമ്മൾ ഈ പറയുന്ന നമ്പേഴ്സിൽ ഉപയോഗിക്കാൻ പാടില്ല. ഈ നമ്പേഴ്സ് നമുക്ക് ഓൾറെഡി അറിയാതിരിക്കണം. നമുക്ക് ആ നമ്പർ കാണുമ്പോൾ തന്നെ ഷോർട്ട് കട്ട് അല്ല, ആ നമ്പറിന്റെ ആൻസർ നമുക്ക് ഓർമ്മ വരണം. ഓക്കെ, അത് അതിനകത്ത് ഓർമ്മ വരണം എന്ന് പറയുമ്പോഴും വളരെ സ്മൂത്ത് ആയിട്ട് അത് ഓർമ്മ വരണം. ഒരിക്കലും അത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തെടുക്കുന്ന ഒരു ആംഗിൾ ആയിരിക്കില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ 29 സ്കോർ എന്ന് ചോദിച്ചാൽ 841 ആണ്. വളരെ സ്മൂത്ത് ആയിട്ട് ആ സംഭവം വരണം. നമുക്കതൊരു ഭയങ്കര കഷ്ടപ്പെട്ട് ആലോചിച്ചെടുക്കുന്ന ഒരു രീതിയിലേ ആയിരിക്കില്ല. ഇനി 1 to 40 മാത്രമല്ല, നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1 to 40യുടെ സ്കോർ നല്ലപോലെ അറിഞ്ഞിരിക്കണം. അത് 50 വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് എല്ലാം പഠിച്ചു വെക്കാം. ഫോർ എക്സാമ്പിൾ
ഇപ്പോൾ 48, അതുപോലെ തന്നെ 49, നമ്മുടെ 51, 52, അതുപോലെ 56, പിന്നെ നമ്മുടെ 64, 72. അപ്പം അങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 88, 89 എക്സാമിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന 99, അതുപോലെ നമുക്ക് 101 to 107 ഇങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങ് പഠിച്ചു വെക്കുക. എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് 80ൻ്റെ സ്ക്വയർ വേണം, അത് നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് 7744 ആണ്. അതൊരിക്കലും നമുക്കൊരു ഷോർട്ട് കട്ട് വെച്ച് കണ്ടുപിടിക്കേണ്ടി വരില്ല. പക്ഷേ അതേ സ്ഥലത്ത് 87 ആണ് ചോദിക്കുന്നെങ്കിലോ അത് അത്രയും ഫ്രീക്വന്റ് അല്ല. അപ്പം നമുക്കത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഷോർട്ട് കട്ട് യൂസ് ചെയ്താൽ മതി. പക്ഷേ ബിക്കോസ് നമുക്ക് അത്രയും വരെയും 100 വരെയും 130 വരെ ഒന്നും പഠിച്ചു വെക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ചെയ്യുന്നതിന്റെ എന്താന്ന് പറഞ്ഞാൽ അതിൽ ഇമ്പോർട്ടന്റ് അത്യാവശ്യം വളരെ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ കാണും, 1 to 40 എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ നല്ലപോലെ പഠിച്ചു വെക്കുക. ആ 40യുടെ മുകളിലോട്ടുള്ള നമ്പേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് അതിലെ ഇമ്പോർട്ടന്റ് നമ്പേഴ്സ് നല്ലപോലെ പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്പർ വന്നു, നിങ്ങൾക്ക് അതിന്റെ സ്കോർ ഓൾറെഡി അറിയായിരിക്കണം. അങ്ങനെ ഇനി ബാക്കിയുള്ള നമ്പേഴ്സ് ഏതെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ അതിനെ ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് നമ്മൾ ഓൾറെഡി പഠിക്കുന്ന നമുക്ക് അറിയാവുന്ന ആ ഒരു വേദിക് മാത്സിന്റെ ഒക്കെ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്ത് സ്കോർ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട്സ് ഒക്കെ യൂസ് ചെയ്തായിരിക്കും നമ്മൾ അതിന്റെ എന്ത് അതിനെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി അതേപോലെ അടുത്തൊരു ബേസിക് ആയിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ക്യൂബ് ഒക്കെ. അപ്പൊ നമ്മൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ തന്നെ സ്ക്വയർ റൂട്ടും അവിടെ തന്നെ നമുക്ക് വരും. അല്ല, ക്യൂബ് എന്ന് പറയുമ്പോൾ അഗൈൻ 1 തൊട്ട് 25 വരെയുള്ള ക്യൂബ് നല്ലപോലെ പഠിച്ചു വെക്കുക. നമുക്ക് ക്യൂബും കണ്ടുപിടിക്കേണ്ടി വരത്തില്ല, ക്യൂബ് റൂട്ടും കണ്ടുപിടിക്കേണ്ടി വരത്തില്ല. അതുപോലെ പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ ടേബിൾ. നമ്മുടെ ടേബിൾ ഒക്കെ അത്യാവശ്യം നല്ലപോലെ പഠിച്ചു വെക്കുക. എവിടെ വരെ പഠിക്കണം എന്ന് ചോദിച്ചാൽ 1 തൊട്ട് 20 വരെയുള്ള ടേബിൾ പഠിക്കുകയും വേണം, ആൻഡ് എല്ലാ ടേബിളിന്റെയും 20 വരെ പഠിക്കുകയും വേണം. അതാണ് വളരെ ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ ഒരുപാട് പേരും ടേബിൾ പഠിക്കുമ്പോൾ 10 വരെ പഠിക്കാറുള്ളൂ. അങ്ങനല്ല, എല്ലാ ടേബിളും പഠിക്കുകയും വേണം. 1 തൊട്ട് 20 വരെയുള്ള ടേബിൾ എല്ലാം പഠിക്കണം. അതിന്റെ എല്ലാ ടേബിളിന്റെയും നമ്മൾ എവിടെ വരെ പഠിക്കണം, 20 വരെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് നമ്മുടെ പവേഴ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം പവർ ഒക്കെ നമ്മൾ നല്ലപോലെ പഠിച്ചു വെക്കണം. അപ്പൊ പവേഴ്സ് എന്ന് പറയുമ്പോൾ എവിടെ വരെയാണ് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്ക് 2⁻10 വരെ നല്ലപോലെ അറിയണം. അതുപോലെ 3 തൊട്ട് 5 വരെയുള്ള നമ്പേഴ്സിന്റെ പവർ 5 വരെ നമുക്ക് നല്ലപോലെ അറിഞ്ഞിരിക്കണം. അതുപോലെ നമ്മുടെ 6 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സിന്റെ പവർ 4 വരെ നമുക്ക് നല്ലപോലെ അറിയണം. അപ്പൊ ഈ പവേഴ്സ് വളരെ ഇമ്പോർട്ടൻസ് ആണ് ഇപ്പൊ നമ്മുടെ എക്സാംസിൽ ഹോൾഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പവേഴ്സ് ഒക്കെ തന്നെ നല്ലപോലെ അറിയണം. ഇപ്പൊ 2⁻10 എന്താണെന്ന് ചോദിച്ചാൽ 1024 ആണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഒരിക്കലും നിങ്ങൾ അത് 2, 4, 8, 16 എന്നൊരിക്കലും അത് എണ്ണി എടുക്കേണ്ട ഒരു രീതിയിലേക്ക് വേണ്ടി വരല്ല. നിങ്ങൾക്ക് അത് ഇടയ്ക്ക് എവിടെ ചോദിച്ചാലും 2⁻6 എന്താണ്, 64 ആണ്, അല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെ നിന്ന് ചോദിച്ചാലും അത് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇത് കൂടാതെ ഇതേ ബേസിക്സ് തന്നെ നമുക്ക് വരുന്ന വേറെ 2 കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നമ്പർ സിസ്റ്റം ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നെങ്കിലും നമുക്ക് അത്യാവശ്യം 1 തൊട്ട് 100 വരെയുള്ള പ്രൈം നമ്പേഴ്സും പിന്നെ 100ന്റെ മേലോട്ടുള്ള ഏറ്റവും ചെറുതും ഏറ്റവും വലുതുമായിട്ടുള്ള പ്രൈം നമ്പേഴ്സ്. ഇപ്പൊ ലാർജസ്റ്റ് 3 ഡിജിറ്റ് പ്രൈം നമ്പർ എന്താ, സ്മോളസ്റ്റ് 3 ഡിജിറ്റ് പ്രൈം നമ്പർ എന്താ, ലാർജസ്റ്റ് 4 ഡിജിറ്റ് പ്രൈം നമ്പർ എന്താ, സ്മോളസ്റ്റ് 4 ഡിജിറ്റ് പ്രൈം നമ്പർ എന്താ, ഇങ്ങനെയുള്ള ഇത് കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ 1 തൊട്ട് 100ന്റെ ഇടയ്ക്ക് നമുക്ക് 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. ആ 25 പ്രൈം നമ്പേഴ്സും ഏതൊക്കെയാണ് എന്ന് നമുക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. ഒരിക്കലും നമുക്ക് അത് ഈ പറയുന്ന പോലെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ റെയിൽവേ എക്സാംസിലേക്ക് വരുമ്പോൾ പ്രൈം നമ്പറിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് വളരെ നല്ലപോലെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു വളരെ ഇമ്പോർട്ടൻറ്റ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് നമ്മുടെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ നല്ലപോലെ അറിഞ്ഞിരിക്കണം. നമ്മൾ സ്കൂളിൽ വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ നല്ലപോലെ അറിഞ്ഞിരിക്കണം. ആൻഡ് കറന്റ് എക്സാമിന്റെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പ്രൈം നമ്പേഴ്സിന്റെ എല്ലാം ഡിവിസിബിലിറ്റി റൂൾ നല്ലപോലെ അറിഞ്ഞിരിക്കണം. അത് കുറച്ചധികം ഇമ്പോർട്ടൻസ് നമുക്ക് ഈ റീസെന്റ് നടന്ന എക്സാംസിൽ നമുക്ക് കാണാൻ പറ്റി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ക്വാണ്ടിറ്റി ആപ്റ്റിയുടെ പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് പേരും സാധാരണ ചെയ്യുന്ന നേരെ ഫസ്റ്റ് ചാപ്റ്റർ എന്നൊരു ആംഗിളിലേക്കാണ് വരുന്നത്. ഒരിക്കലും ആയിരിക്കില്ല ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുക, പക്ഷെ നിങ്ങൾ എല്ലാ ദിവസവും പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ഒരു 1 അവർ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കൊടുക്കേണ്ടത്, ഇതേപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കൊടുക്കേണ്ടത്. അതും ഏതെങ്കിലും ഒരു ദിവസമോ 2 ദിവസമോ അല്ല, ആദ്യത്തെ ഒരു 30 to 45 ഡേയ്സ് എങ്കിലും നിങ്ങൾ ഇതേപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുക. 30 to 45 ഡേയ്സ് എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ 2 ദിവസം പോരെ എന്ന് ചോദിച്ചാൽ മതി, ഇത് പഠിക്കാൻ 2 ദിവസം മതി. പക്ഷെ അതിനെ വളരെയധികം റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് വളരെ സ്മൂത്ത് ആക്കി എടുക്കണം. അത് നിങ്ങൾക്ക് 2 ആഴ്ച കൊണ്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതല്ല 2 മാസം കൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ. പക്ഷെ അത് വളരെ പെട്ടെന്ന് വളരെ സ്മൂത്ത് ആക്കി എടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ്
അറിഞ്ഞിരിക്കുക എന്നുള്ളതല്ല, അത് വളരെ സ്മൂത്ത് ആയിരിക്കണം. ലൈക്ക് നമുക്ക് ഒരു സ്ട്രഗിൾ ഫീൽ ചെയ്യില്ല നമുക്ക് ആ ഒരു വാല്യൂസ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ ഒരുപാട് പേരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഞാൻ സ്ലോ ആണ് എന്നുള്ളത്. ഇപ്പോൾ സ്ലോ അല്ല, നമുക്ക് പല കാര്യങ്ങളിലും നമ്മൾ ഓൾറെഡി ലാഗ് ചെയ്യുമായിരിക്കും. ആൻഡ് ആൾക്കാർ ലാഗ് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞൊരു ഏരിയ. മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് നേരെ പോകുന്ന ഏതിലേക്കാണ്? ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, സിലബസ് തീർക്കണം എന്നുള്ള കാര്യങ്ങളിലേക്കാണ്. ഡെഫിനറ്റ്ലി നമുക്ക് സിലബസ് തീർക്കണം, ഡെഫിനറ്റ്ലി നമ്മൾ ഈ പറഞ്ഞ പഠിച്ചു തുടങ്ങാം. പക്ഷേ പഠിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം കുറച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരിക്കലും അത് കവർ ചെയ്യാതെ നമുക്ക് ഇതൊന്നും സ്ട്രോങ് ആവത്തുമില്ല. അത് കവർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ടാസ്ക് ആണ്. അത് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കവർ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പോകുന്നവർ നിങ്ങളുടെ സൈഡിൽ നിന്ന് പേഴ്സണലി നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ആദ്യമേ അടുത്ത ഒരു 2 ആഴ്ച 3 ആഴ്ചൻ്റെ അകത്ത് ശരിക്കും നല്ലപോലെ സ്ട്രോങ് ആക്കി സ്മൂത്ത് ആക്കി എടുക്കേണ്ട ഒരു ലിസ്റ്റ് ആണിത്. ഇതൊരു ചെറിയ ടാസ്ക് ആയിട്ട് ഏറ്റെടുക്കുക. ആൻഡ് ആ ടാസ്ക് എത്രയും പെട്ടെന്ന് തന്നെ കവർ ചെയ്യുക. ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ദിവസം മതി നമുക്കിത് കവർ ചെയ്യാൻ. പക്ഷെ അതിനെ 2 ആഴ്ച റിപ്പീറ്റ് ചെയ്ത് 3 ആഴ്ച റിപ്പീറ്റ് ചെയ്ത് സ്മൂത്ത് കൂടി ആക്കി എടുക്കുക. ഓക്കെ, ലൈക്ക് അത് എല്ലാ ദിവസവും പഠിക്കാനിരിക്കുന്ന സമയത്ത് തുടക്കത്തിൽ നിങ്ങളുടെ ആദ്യത്തെ ഒരു 1 അവർ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കണം. ഇതൊക്കെ ഒന്ന് എഴുതി നോക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഇതിനൊക്കെ മുമ്പിൽ നിന്ന് ബാക്കിലേക്ക് എഴുതുക, ബാക്കിൽ നിന്ന് മുമ്പിലേക്ക് എഴുതുക. അങ്ങനെ പല രീതി ഇടയ്ക്കുന്ന് റീകോൾ ചെയ്ത് എഴുതുക. അങ്ങനെ പല രീതിയിൽ എഴുതി അതിനെ എത്ര സ്ട്രോങ് ആക്കാൻ പറ്റുമോ, എത്ര സ്മൂത്ത് ആക്കാൻ പറ്റുമോ. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങളുടെ പേര് ഒരാൾ ചോദിച്ചാൽ നിങ്ങളുടെ പേര് നിങ്ങൾ എങ്ങനെയാണോ പറയുന്നത് ആ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ട്രോങ് ആയി വരണം. നിങ്ങളുടെ 10ാമത്തെ പ്രൈം നമ്പർ എന്താ? 29 ആണ്. 1 തൊട്ട് 100 ഇടയ്ക്കകത്ത് പ്രൈം നമ്പർ ഉണ്ട്, 25 പ്രൈം നമ്പർ ഉണ്ട്, 1 തൊട്ട് 50 ഇടയ്ക്കകത്ത് പ്രൈം നമ്പർ ഉണ്ട്, നമുക്ക് അവിടെ 15 പ്രൈം നമ്പർ ഉണ്ട്. ഭയങ്കര സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇത് പറയാൻ പറ്റണം. ആ രീതിയിലേക്ക് നിങ്ങൾ ഇതിനെ പ്രിപ്പയർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് ഇതാണെന്ന് പറയാം. നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പേഴ്സണൽ സൈഡിൽ നമുക്ക് കവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇത്രയും മാത്രമല്ല, ഇനിയും ഉണ്ട്. പക്ഷെ ഇതാണ് വളരെ ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ്? ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആൻഡ് വളരെ ഇമ്പോർട്ടന്റ് ഒരു ഏരിയ ആണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബേസിക് കാൽക്കുലേഷൻ സ്കിൽസ് എന്ന് നമുക്ക് പറയാം. ബേസിക് കാൽക്കുലേഷൻ സ്കിൽസ്. അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് പലപ്പോഴും എല്ലാവരും ചാപ്റ്റർ ഒക്കെ പഠിച്ചു കഴിയും. പക്ഷെ അവരെല്ലാവരും പറയുന്ന ഒരു കോമൺ കംപ്ലൈന്റ് ആണ്, എനിക്കെല്ലാം അറിയാം പക്ഷെ എനിക്കത് ചെയ്യുന്ന സമയത്ത് സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ എനിക്ക് സ്ട്രെസ്സായിട്ട് ടെൻഷനായിട്ട് നമുക്കത് പകുതി പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കര സ്ലോ ആണ്, ഞാൻ ഭയങ്കര വീക്കാണ്, ഞാൻ എല്ലാം അറിയാം പക്ഷെ എനിക്ക് എക്സാം എഴുതുമ്പോൾ പറ്റുന്നില്ല, മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള കുറേ കംപ്ലൈൻസ് എല്ലാവരും പറയുന്നതാണ്. അവിടെ നമുക്കെല്ലാം അറിയാം, എന്നിട്ടും നമ്മളെല്ലാം പഠിച്ചും കഴിഞ്ഞു, എന്നിട്ടും നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും ശരിക്കും ആ ആളുടെ ഒരു പ്രശ്നം? ആൾക്ക് ആ സിലബസ് അറിയാത്തതിന്റെ ആണോ, അല്ലെങ്കിൽ ആൾക്ക് ആ ടോപ്പിക് അറിയാത്തതിന്റെ ആണോ? അല്ല, അവർ തന്നെ പറയുന്നുണ്ട് എനിക്കെല്ലാം അറിയാം എന്നുള്ളത്. അവർ മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് റിവ്യൂ ചെയ്യുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസ് അവർക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. പക്ഷേ മോക്ക് ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് പറ്റുന്നില്ലെങ്കിൽ എന്തായിരിക്കും പ്രശ്നം? ഓക്കെ, നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ടൈം ഒരു ടൈമർ അവിടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ വളരെ സ്പീഡിൽ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് അവിടെ ആ ഒരു നമ്മൾ ഫോളോ ചെയ്യുന്ന കാൽക്കുലേഷൻസ് ഒക്കെ തന്നെ നമ്മൾ വളരെ കൺവെൻഷണൽ ഒരു ആംഗിളിൽ ഫോളോ ചെയ്യുന്ന കാരണവും നമ്മുടെ കാൽക്കുലേഷൻ സ്കിൽസ് വീക്ക് ആയിട്ടുള്ള കാരണവും അതെല്ലാവരുടെയും തുടക്കത്തിൽ വീക്ക് ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വീക്ക് ആയിട്ടുള്ള കാരണം ആണ് അത് സംഭവിക്കുന്നത്. പക്ഷെ നമ്മളത് ആദ്യമേ തന്നെ അങ്ങ് ശരിയാക്കാൻ വേണ്ടി ഒരു സമയം മാറ്റി വെച്ചാൽ അതങ്ങ് ശരിയാവും. ആൻഡ് അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ജേർണിയിൽ. പക്ഷെ നമുക്ക് ഇത് നമ്മൾ ഫോക്കസ് ചെയ്യാതെ ജസ്റ്റ് സിലബസ് കവർ ചെയ്യുന്ന മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ നമ്മൾ ശരിക്കും അതിന്റെ ഒരു എഫക്റ്റ് തിരിച്ചറിയാൻ പോകുന്ന എപ്പോഴായിരിക്കും? നമ്മൾ എക്സാമിന് തൊട്ട് മുമ്പായിരിക്കും. നമ്മൾ എക്സാമിന് തൊട്ട് മുമ്പ് പോയി മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുന്നത് എനിക്കെല്ലാം അറിയാം പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഈ പറഞ്ഞ സ്പീഡിൽ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് റിയലൈസ് ചെയ്യുന്നത്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് പോകുന്ന വഴിക്ക് പോലും നമുക്ക് വേണമെങ്കിൽ നോക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ കാൽക്കുലേഷൻ സ്കിൽസും കാൽക്കുലേഷൻ സ്പീഡൊക്കെ നമുക്ക് ഈ പറയുന്ന ഒരാഴ്ച കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതൊരു ലോങ് ടേം പ്രോസസ്സാണ്. നമ്മൾ എത്ര കൂടുതൽ ചെയ്യുന്നോ അത്രയും കൂടുതൽ അത് ഇമ്പ്രൂവ് ആവും എന്നൊരു പ്രോസസ്സാണ്. ഒരിക്കലും നമുക്ക് എക്സാമിന് ഒരാഴ്ച മുമ്പ് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ എന്തെങ്കിലും പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് കാൽക്കുലേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ആ ഒരാഴ്ച കൊണ്ട് വരുന്ന ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കാൽക്കുലേഷൻ സ്കിൽസ് നിങ്ങൾ ആദ്യത്തെ ഇനിഷ്യൽ ഡേയ്സിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫോക്കസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി കാൽക്കുലേഷൻ സ്കിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല. അവിടെ ഉദ്ദേശിക്കുന്ന പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവൈഡ്, ഇതൊക്കെയാണ് ബേസിക് കാൽക്കുലേഷൻ സ്കിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ ഒരു വലിയ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെയുള്ള വളരെ ചെറിയ കാര്യങ്ങൾ പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവൈഡ് നമുക്കത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും ഇതൊക്കെ നമ്മൾ വളരെ ചെറിയ ക്ലാസ് തൊട്ട് ചെയ്യുന്നതല്ലേ, ഇതൊക്കെ ആർക്കാണ് അറിയാത്തത് എന്ന് തോന്നും. ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ
അതിനെ എത്ര സമയമെടുത്ത് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഓക്കെ, നമുക്ക് ചെയ്യാൻ അറിയുന്നതിൽ ഒരു കാര്യമില്ല. ബിക്കോസ് ഇത് ചെയ്യാൻ സ്കൂളിൽ ഒരു ചെറിയ ക്ലാസ്സിൽ ഒരു കൊച്ചിനും അറിയാം. ഓക്കെ, പക്ഷേ നമ്മളത് ചെയ്യുമ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ ചെയ്യുമ്പോൾ നമ്മൾ സ്കൂൾ പോലെ ഒരു 3 മണിക്കൂറിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻ എഴുതുന്ന കണക്കല്ല. ഇവിടെ നമുക്ക് 1 മണിക്കൂറിലോ 1.5 മണിക്കൂറിലൊക്കെയാണ് നമ്മൾ പലതും ചെയ്യേണ്ടത്. 100 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത്. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ എക്സ്ട്രീം സ്പീഡ് ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ആ സ്പീഡ് നമ്മൾ എക്സാമിന്റെ തൊട്ട് മുമ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഏതൊരു ലോങ് ടേം പ്രോസസ്സാണ്. നമ്മൾ വളരെ നേരത്തെ തന്നെ ചെയ്ത് തുടങ്ങിയും നമ്മൾ ആ ഒരു പോയിന്റ് റീച്ച് ചെയ്യാനും നമ്മൾ ശ്രമിക്കണം. ഒരിക്കലും നമ്മളൊരു 100% എത്തത്തില്ല. പക്ഷെ നമ്മൾ എത്ര കൂടുതൽ ചെയ്യുന്നു അത്രയും കൂടുതൽ നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് അടുത്ത ഒരു സെക്കൻഡ് സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ് കുറച്ച് ബേസിക്സ് കവർ ചെയ്യുക. സെക്കൻഡ് സ്റ്റേജ് നിങ്ങളുടെ കാൽക്കുലേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ സ്കൂളിലെ ബുക്സ് യൂസ് ചെയ്യാം. നമ്മുടെ ഈ ഒരു സ്കൂളിൽ നമ്മുടെ 3-ാം ക്ലാസ് തൊട്ട് നമ്മുടെ ഒരു 8-ാം ക്ലാസ് വരെയുള്ള ബുക്സിന്റെ സിംപ്ലിഫിക്കേഷൻ ചാപ്റ്റർ നമുക്ക് യൂസ് ചെയ്യാം പ്രാക്ടീസിന് വേണ്ടി. അപ്പോൾ ആ ബുക്സ് ഒക്കെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. നമുക്ക് ഈ പറയുന്ന നമ്മുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ CBSE പോലത്തെ NCERT ഒക്കെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ബുക്സ് ഒക്കെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3-ാം ക്ലാസ് തൊട്ട് 8-ാം ക്ലാസ് വരെയുള്ള ആ ബുക്സിൽ നിന്ന് നമ്മുടെ ഒരുപാടൊന്നും കവർ ചെയ്യേണ്ട. നമ്മൾ ആ ഫുൾ ബുക്ക് അല്ല കവർ ചെയ്യേണ്ടത്. നമ്മൾ എന്ത് മാത്രം കവർ ചെയ്താൽ മതി. അതിന്റെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് മിക്കവാറും സിംപ്ലിഫിക്കേഷനും നമ്പർ സിസ്റ്റം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ചാപ്റ്റേഴ്സ് മാത്രം നമ്മളൊന്ന് കവർ ചെയ്താൽ മതി. അവിടെ നമുക്ക് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ സ്കിൽസ്, കാൽക്കുലേഷൻ സ്കിൽസും നമ്മുടെ നമ്പേഴ്സിന്റെ നോളജും നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത് ഒരു എന്താ പറയാ, നമ്മൾ ഈ സ്കൂളിലൊക്കെ വെച്ച് മാത്സ് നിർത്തിയതിന് ശേഷം പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യുന്നവർക്കും ഒരു വലിയ ഗ്യാപ്പ് കഴിഞ്ഞ് മാത്സ് റീസ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു കാര്യമാണ് ഇത്. നമ്മൾ ഈ പറഞ്ഞ എന്താ പറയാ, നമ്മളൊരു 3-ാം ക്ലാസ് തൊട്ട്, അപ്പം 3-ാം ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും തോന്നും ഇത്രയും ചെറിയ ക്ലാസ്സിലെ ബുക്കൊക്കെ ഞാൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ, നമ്മൾ +2 കഴിഞ്ഞ് വന്നതല്ലേ എന്ന് നമുക്ക് തോന്നും. അത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. നമുക്കത് തീർക്കാൻ 3-ാം ക്ലാസ്സിലെ ബുക്ക് തീർക്കാൻ നമുക്ക് ചിലപ്പോൾ അരമണിക്കൂർ പോലും എടുക്കത്തില്ല. പക്ഷെ അടുത്ത ക്ലാസ് വരുമ്പോൾ അതെന്താവും, കുറച്ചുകൂടി സമയം എടുക്കും. അടുത്ത ക്ലാസ് വരുമ്പോൾ കുറച്ചുകൂടി സമയം എടുക്കും. 8-ാം ക്ലാസ്സിലെ ബുക്ക് ആകുമ്പോൾ നമുക്ക് ചിലപ്പം തീർക്കാൻ 2 ദിവസം എടുത്തു എന്ന് വരാം. അപ്പൊ അങ്ങനെ നമ്മൾ അതിനെ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്ത് എടുക്കുക. പക്ഷെ നമുക്കത് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമുക്ക് വേറെ എന്ത് ചെയ്യാം, വേറെ അത്യാവശ്യം ഇതൊക്കെ അറിയാവുന്ന ഒരാളാണെങ്കിൽ, സിംപ്ലിഫിക്കേഷൻ സ്കിൽസ് ഒക്കെ അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഒരു ഡെയിലി പ്രാക്ടീസ് കൊണ്ടുപോകാം. ഡെയിലി പ്രാക്ടീസ് കൊണ്ടുപോകാം ക്വസ്റ്റ്യൻസിന്റെ. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെയിലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 10 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് പെർ ഡേ, 10 ക്വസ്റ്റ്യൻസ് പെർ ഡേ. ഒരു ദിവസം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട, 5 തൊട്ട് 10 ക്വസ്റ്റ്യൻ പെർ ഡേ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ അതിനെ കൊണ്ടുപോവുക. അങ്ങനെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വിത്ത് ടൈം നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് വരും. പക്ഷെ നമ്മൾ അത് 1-2 ദിവസം ചെയ്യുന്നതിൽ കാര്യമില്ല. നമുക്ക് 30 to 60 ഡേയ്സ് അവർ നിങ്ങൾ എത്ര ദിവസം ചെയ്യുന്നു അത്രയും നല്ലതായിരിക്കും എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതൊരു വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഡെയിലി പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒട്ടും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞുള്ള സ്കൂളിലെ ആ ഒരു ചാപ്റ്റേഴ്സ് കവർ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരാം. ആൻഡ് ഓൾറെഡി ഒരു ഐഡിയ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ നിങ്ങൾക്ക് ഇതിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് എന്ത് ചെയ്യാം, പല ആപ്പുകൾ യൂസ് ചെയ്യാം നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി. നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ ഒരുപാട് ആപ്പുകളുണ്ട് നമ്മുടെ ഈ പറഞ്ഞ കാൽക്കുലേഷൻ സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. അങ്ങനെയുള്ള ചില ആപ്പുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടി, നിങ്ങളുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് മാത്ത് ട്രിക്ക് എന്നൊക്കെ പറയുന്ന ആപ്പുകൾ ഒരുപാട് പ്ലേ സ്റ്റോറിലുണ്ട്. നിങ്ങൾക്ക് അതിൽ ഏറ്റവും നല്ല റിവ്യൂ ഉള്ള ആപ്പുകൾ നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാം അതിനെയൊക്കെ. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഇത് കൂടാതെ വേറെയും പുറത്തുനിന്ന് ഇനിയും കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ബേസിക് കാൽക്കുലേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്തെടുക്കണം. അപ്പൊ ഈ ഒരു 2 കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ശരിക്കും നമ്മുടെ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ ഈ പറഞ്ഞ സിലബസും നമ്മുടെ ടോപ്പിക്സും ചാപ്റ്റേഴ്സും ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ടോപ്പിക്സും ചാപ്റ്റേഴ്സിലേക്കൊക്കെ പോകേണ്ടത് ഇതിന് ശേഷമാണ്. അപ്പൊ അതൊക്കെ ക്ലാസ് നമ്മൾ പഠിക്കുക, അറ്റൻഡ് ചെയ്യുക. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി അത് സമയം മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ടോപ്പിക്സിന്റെ കുറച്ച് കോർ പ്രിപ്പറേഷനിലേക്ക് കടന്നാൽ മതി. ആദ്യം ഒരു ലൈറ്റ് ആയിട്ടുള്ള അതിന്റെ ഒരു സിലബസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് അതിനെ പാരലായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകാം. പക്ഷെ അതിന്റെ കോർ പ്രിപ്പറേഷനിലേക്ക് കടക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്റേഴ്സിനെ ഒരു സ്മൂത്ത് ആംഗിളിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആ ചാപ്റ്റേഴ്സിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു സ്ട്രഗിൾ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. ബിക്കോസ് എന്തുകൊണ്ട്, നമ്മുടെ കാൽക്കുലേഷൻ വളരെ വീക്ക് ആയതുകൊണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് ആയ ചാപ്റ്റേഴ്സും ടോപ്പിക്സും എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഇനി ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും നിങ്ങൾ ചെയ്തു പോകേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങൾ അതാത് ചാപ്റ്ററിന്റെ ടോപ്പിക് വൈസ് ടെസ്റ്റ് ചെയ്തു പോകണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ അതാത് ചാപ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു പോകണം, അതാത് ചാപ്റ്റേഴ്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അതാത് ടോപ്പിക്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അതിലെ മോസ്റ്റ് ഫ്രീക്വന്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്
മോസ്റ്റ് സ്കോറിംഗ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന, മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന, മോസ്റ്റ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, ലൈക്ക് സബ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് ഉറപ്പായിട്ടും പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ആ ടോപ്പിക്സിനെ നിങ്ങൾ വളരെ കോർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്തുകൊണ്ട്? വളരെയധികം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന, വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ഏരിയാസ് നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്താൽ എക്സാമിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാം കൂടുതൽ ചാൻസ് അവിടുന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയായിരിക്കും കൂടുതൽ. and അത് നിങ്ങൾ വളരെ കോർ ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഈസി ആയിട്ട് എക്സാംസിൽ അത് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് പഠിക്കാതെ വളരെ കുറച്ച് പഠിച്ചുകൊണ്ട് വളരെ സ്മാർട്ടായിട്ട് എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു അപ്രോച്ച് ആയിരിക്കും അവിടെ വരുന്നത്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വാണ്ടിറ്റി ആപ്റ്റ് പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ് നമ്മളിപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വെച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങളെ കൊണ്ടുപോകുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏറ്റവും നല്ലപോലെ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സ്ക്വയേഴ്സ് 50 വരെയുള്ള 40 വരെയുള്ള സ്ക്വയർ ആണ് ഞാൻ പറഞ്ഞെങ്കിൽ പോലും 50 വരെയുള്ള സ്ക്വയേഴ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ സ്ക്വയേഴ്സ് ഒക്കെ തന്നെ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാം. അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ 25 വരെയുള്ള ക്യൂബാണ് പറഞ്ഞെങ്കിലും 30 വരെയുള്ള ക്യൂബ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതും പഠിക്കാം. അതുപോലെ തന്നെ ടേബിളിലേക്ക് വരുമ്പോൾ 10 വരെയുള്ള ടേബിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 11 തൊട്ടുള്ള ടേബിൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതും എല്ലാ ടേബിളിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ 20 വരെ വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടേബിൾ പഠിക്കുന്ന സമയത്ത് ആ ടേബിൾസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് നേരെ അങ്ങ് പഠിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ 11, 12, 13, 14, 15, 16, 17, 18, അതുപോലെ 19, 20 വരെയുള്ള എല്ലാ ടേബിളും ആൻഡ് ആ ടേബിളിന്റെ എല്ലാം 20 വരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങളെ പ്രിപ്പറേഷന് വേണ്ടി. അപ്പൊ അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പവേഴ്സ് ഒക്കെ നിങ്ങൾ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, പവേഴ്സ് ഒക്കെ നിങ്ങൾ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ലപോലെ സ്റ്റാർട്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഒരു 30 to 45 ഡേയ്സ് വളരെ ക്രൂഷ്യലാണ്. ഈ ഒരു 30 to 45 ഡേയ്സ് നിങ്ങളുടെ പേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുക, പക്ഷെ പേഴ്സണൽ സ്കിൽസ് നല്ലപോലെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു സമയം മാറ്റി വെക്കുക. അതായിരിക്കും നിങ്ങളെ ഇൻ എ ലോങ് റൺ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ടോപ്പിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എങ്ങനെയാണ് ശരിക്കും കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഈ ടോപ്പിക്സിനെയൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി നമുക്ക് ചെറിയൊരു ടോപ്പിക് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്ക്, സിംപ്ലിഫിക്കേഷൻ. സിംപ്ലിഫിക്കേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ നമ്മുടെ റെയിൽവേ എക്സാംസിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഒക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നെങ്കിലും ഇപ്പോഴത്തെ കറന്റ് ട്രെൻഡ് അനുസരിച്ച് അത് 5 ക്വസ്റ്റ്യൻ വരെ പോയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് കൂടിയ ഒരു ചാപ്റ്റർ ആണെന്ന് നമുക്ക് പറയാം. ഇപ്പോഴത്തെ കറന്റ് ട്രെൻഡ് വെച്ച് ട്രെൻഡിങ്ങിലായിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എന്ന് നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ കൂടിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് ആണ്, ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് സിംപ്ലിഫിക്കേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ചെറിയ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഫൈൻഡ് ദ വാല്യൂ യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് ബോഡമസ്. നമ്മൾ ഇവിടെ ഇത് ചെയ്യുന്ന സമയത്ത് ഇതിനെ നമ്മൾ ഒരിക്കലും ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും നമ്മുടെ റഫ് പേപ്പറിലേക്ക് എഴുതിയെടുക്കില്ല. അതൊരു വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾസ് ഒക്കെ നമുക്കൊന്ന് ഫോളോ ചെയ്യാം. ഇപ്പൊ ഇവിടെ നമുക്ക് ഓഫോ ബ്രാക്കറ്റോ വിൻകുലമോ ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്തായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്? ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ആയിരിക്കും ഹാൻഡിൽ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ 42 ഡിവൈഡ് ബൈ 2 നമുക്ക് എത്രയെന്ന് വരും? 21 എന്ന് വരും. പ്ലസ് a ഇൻറ്റു 3 എന്ന് എടുക്കാം. -22 ഈക്വൽ ടു 8. നോക്കിയാൽ നമ്മൾ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്തില്ലേ? എന്തെങ്കിലും കുഴപ്പം തോന്നിയോ? ഇല്ല. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് മൈനസ് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 21 മൈനസ് 22 -1. ആ -1 അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ +1 വരും. അങ്ങനെ നമുക്കത് 8ന്റെ കൂടെ 1 കൂടി ആഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് 9 വരും. സോ നമുക്ക് 3a ഈക്വൽ ടു 9 വരും. ആൻഡ് ഫൈനലി നമ്മുടെ തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ വരും. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ എത്രയെന്ന് വരും? 3 എന്ന് വരും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോക്കിക്കുക, ആദ്യത്തെ സ്റ്റെപ്പിൽ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഹാൻഡിൽ ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് എഴുതിയപ്പോഴത്തേക്കും നമ്മൾ അവിടെ അഡീഷനും സബ്ട്രാക്ഷനും ഹാൻഡിൽ ചെയ്തു. പിന്നെ അവിടെ വീണ്ടും ഒരു ഡിവിഷൻ വരുന്നതുകൊണ്ട് മാത്രം ആ ഇടയ്ക്ക് ഒരു വാല്യൂ അൺനോൺ ആയിട്ട് തന്നുകൊണ്ട് മാത്രമാണ് അതിന് അങ്ങനെ ഒരു സ്റ്റെപ്പ് കൂടി വന്നിട്ട് നമുക്ക് ആൻസർ കിട്ടിയത്. നോക്കിയേ, വളരെ സിമ്പിൾ ആയിട്ട് 2 സ്റ്റെപ്പിൽ തീർക്കണം എന്നുള്ളതായിരിക്കണം എപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. അത് മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കണം എപ്പോഴും എന്നെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്കിയാലോ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ്? നോക്കിക്കേ, അവിടെ ഇപ്പം ബ്രാക്കറ്റും ഉണ്ട്, ഓഫും ഉണ്ട്, അതെല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്താലോ. അപ്പൊ നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്യാം. പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ഒന്ന് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്ത് നോക്കാം. എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ പറയുന്ന ഓഫും ബ്രാക്കറ്റൊക്കെ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഇത് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് സോൾവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിലുള്ളത് ഏതെങ്കിലും രീതിയിൽ എഫക്റ്റ് ആകൂ? ഇല്ല. ഇപ്പൊ സ്കൂൾ മോഡലിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ഓഫും ചെയ്ത് ബ്രാക്കറ്റും ചെയ്ത് ആ ബ്രാക്കറ്റ് മൊത്തം സോൾവ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് എന്തിലേക്ക് വരാൻ പറ്റത്തുള്ളൂ? ഈ പുറത്തു കൊടുക്കുന്ന കാര്യങ്ങളെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ കോമ്പറ്റേറ്റീവ് എക്സാം ആംഗിളിൽ വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചു നോക്കുക, നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക. ഇത് സോൾവ് ചെയ്തു എന്ന് പറഞ്ഞ് ആ ബ്രാക്കറ്റിലുള്ളത് ഏതെങ്കിലും രീതിയിൽ എഫക്റ്റ് ആകുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം.
അങ്ങനെയാണെങ്കിൽ ഡിവിഷനും മൈനസും ആദ്യം ഏത് എടുക്കേണ്ടത്? ഡിവിഷൻ അല്ലേ? 8നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയെന്ന് വരും? 4 എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? 12നെ നമ്മൾ ആ 4 കൊണ്ട് മൈനസ് ചെയ്യണം. 12നെ 4 കൊണ്ട് മൈനസ് ചെയ്ത് നമുക്ക് എത്രയെന്ന് വരും? 8 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആ ഒരു പോർഷൻ മൊത്തം സോൾവ് ചെയ്തപ്പോൾ എന്തെന്ന് കിട്ടി? 8 എന്ന് കിട്ടി. ഇനി അടുത്ത് നമുക്ക് ഇവിടെ നോക്കിയേ, 16 ഓഫ് -2. നമുക്ക് അവിടെ ഇൻറ്റു ആവും. 16 ഓഫ് -2 എത്രയെന്ന് വരും? -32 എന്ന് വരും. ഇനി ഇവിടെ നോക്കിയേ, 3 × 5 നമുക്ക് എത്രയെന്ന് വരും? 15 എന്ന് വരും. നമ്മൾ നോക്കിയാൽ അവിടെ ഓഫും ആ പുറത്തുള്ളതും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ഹാൻഡിൽ ചെയ്തില്ലേ? സോ ഇനി ഉള്ളതെല്ലാം കൂടി നമുക്ക് താഴേക്ക് ഒന്ന് എടുത്ത് എഴുതി കഴിഞ്ഞാൽ 8 മൈനസ് ആ ബ്രാക്കറ്റ് നമുക്ക് തൽക്കാലത്തേക്ക് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ, ഡൗട്ട് വരാതിരിക്കാൻ, -32 + 15 -4. ശരിക്കും ആ ബ്രാക്കറ്റിലുള്ളത് സോൾവ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ ബോർഡ്മസിന്റെ റൂള് പോലെ തന്നെ എന്ന് നമുക്ക് വിചാരിക്കാം. ആ ബ്രാക്കറ്റിലുള്ളതെല്ലാം സോൾവ് ചെയ്ത് അതൊരു സിംഗിൾ റിസൾട്ടിലേക്ക് വന്നതിന് ശേഷം മാത്രം, ഒരു റിസൾട്ടിലേക്ക് വന്നതിന് ശേഷം മാത്രമേ ആ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ റിമൂവ് ചെയ്താൽ തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. തെറ്റും എന്ന് ഉറപ്പിച്ചല്ല പറയുന്നത്, തെറ്റുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇതൊന്ന് സോൾവ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 8 മൈനസ് നമുക്ക് ആ ബ്രാക്കറ്റിലുള്ളതെല്ലാം കൂടി നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ എഴുതാം, സോ അതായത് നമുക്ക് ഡൗട്ട് വരാതിരിക്കാൻ. -32 + 15 -17 -17 -4 -21 എന്ന് വരും. നോക്കി, അപ്പം ബ്രാക്കറ്റിലുള്ളത് മൊത്തം സോൾവ് ആയി ഒരു സിംഗിൾ റിസൾട്ടിലേക്ക് വന്നില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. ആൻഡ് ആ ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് ആരായിരിക്കും മൾട്ടിപ്ലൈ ആവാൻ പോകുന്നത്? ആ മൈനസ് ആയിരിക്കും മൾട്ടിപ്ലൈ ആവാൻ പോകുന്നത്. കാരണം ഈ മൈനസ് ഇൻറ്റു മൈനസ് നമുക്ക് എത്രയെന്ന് വരും? പ്ലസ് എന്ന് വരും. ആൻഡ് ഇപ്പുറത്ത് നമുക്ക് 8 ഉണ്ട്, ഇപ്പുറത്ത് നമുക്ക് 21 ഉണ്ട്. 8ഉം 21 കൂടി ആഡ് ചെയ്ത് നമുക്ക് ആൻസർ എത്രയെന്ന് വരും? 29 ആൻസർ വരും. നോക്കിയേ, അവിടെ നമ്മളിപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ആ 3 സ്റ്റെപ്പ് എങ്കിലും എഴുതിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്കും അറിയാം ആ 3 സ്റ്റെപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു അപ്രോച്ചുകളൊക്കെ ഇതിവിടെ നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ പറയുന്ന സ്റ്റെപ്പ് പോലും നിങ്ങൾക്ക് വരാൻ പാടില്ല. ബിക്കോസ് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ എനിക്ക് അവിടെ സ്റ്റെപ്സ് കുറച്ചെങ്കിലും എഴുതിയേ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് അതിനെ വേറെ ആർക്കും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന പോലെ നിങ്ങൾക്ക് വേറെ ഒരാൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നതിന്റെ പകുതി സ്റ്റെപ്പ് പോലും ആർക്ക് വരാൻ പാടില്ല? നിങ്ങൾക്ക് വരാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഞാനിത് എനിക്ക് വേണ്ടി മാത്രം ഞാനിത് പേഴ്സണലി സോൾവ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഈ സ്റ്റെപ്പിന്റെ പകുതിയെങ്കിലും എഴുതുമായിരിക്കുമോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇല്ല, അപ്പൊ നിങ്ങളും എഴുതാൻ പാടില്ല. ഞാൻ ഇവിടെ ക്ലാസ് എഴുതുന്നതിന്റെ പകുതി പോലും നിങ്ങൾ എഴുതാൻ പാടില്ല. ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ അതിനെ എങ്ങനെ എടുത്തു എന്നുള്ളത് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ സൊല്യൂഷൻ ചെക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്യുന്നതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്, എവിടേക്കാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. വെറുതെ നമ്മൾ ആ ഒരു ക്ലാസ് കാണുന്നേക്കാൾ എന്തുകൊണ്ട് യൂസ്ഫുൾ ആയിരിക്കും? നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, അത് ശരിയോ തെറ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു അപ്രോച്ച് ഒന്ന് മനസ്സിലായതിനു ശേഷം നമ്മൾ വീണ്ടും ഇവിടെ ചെയ്യുന്നതൊന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അവിടെ കൂടുതൽ ഐഡിയാസ് നമുക്ക് ക്ലിയർ ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതൊരിക്കലും ഇത് റഫ് പേപ്പറിലേക്ക് എടുത്ത് എഴുതല്ല. നമുക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്കറിയാം മിക്ക ആൾക്കാരും ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇത് രണ്ടും കൂടി എഴുതി ആഡ് ചെയ്യും സൈഡിൽ കൊണ്ടുപോയിട്ട്. എന്നിട്ട് അവിടുത്തെ കിട്ടുന്ന ആൻസറിനെ എന്ത് ചെയ്യും? ഇതുമായിട്ട് എഴുതി മൈനസ് ചെയ്യും. എന്നിട്ട് പിന്നെ കിട്ടുന്ന ആൻസറിനെ എന്ത് ചെയ്യും? ഈ 1 to 7 to വെച്ച് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ആയിരിക്കും ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്തേക്കുന്നത്. നിങ്ങൾ ഇത് ഓൾറെഡി ട്രൈ ചെയ്ത് നോക്കിയെങ്കിൽ. ഇനി എങ്ങനെ നമുക്ക് ഇവിടെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടേ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യാറില്ല? നമ്മൾ ഇതേപോലെ സൈഡിൽ കൊണ്ടുപോയി എഴുതാറില്ല. അതിന് പകരം നമ്മൾ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ നമ്പർ വലുതാണെങ്കിൽ നമ്മളിപ്പോ എന്തുകൊണ്ടാണ് കുറച്ചുപേരെങ്കിലും അതിനെ സൈഡിൽ കൊണ്ടുപോയി എഴുതി പ്ലസും മൈനസും ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് 2 ഡിജിറ്റ് നമ്പർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതേപോലെ സൈഡിൽ പോകുമായിരുന്നോ? ഒരിക്കലും ഇല്ല. അത് എത്ര ഡിജിറ്റ് ആയതുകൊണ്ട് നിങ്ങളിപ്പോൾ സൈഡിൽ പോയത്? 3 ഡിജിറ്റും 4 ഡിജിറ്റും ആയതുകൊണ്ടാണ് നിങ്ങൾ സൈഡിൽ പോയത്. നമ്മുടെ സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ഹാബിറ്റ് ഉണ്ട്. 2 ഡിജിറ്റ് ആണെങ്കിൽ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. പക്ഷെ 3 or 4 ഒക്കെ ആണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്നൊരു കൺസെപ്റ്റ് ഒരു മൈൻഡ് സെറ്റ് ഒരുപാട് പേർക്കുണ്ട്. അത് മാറ്റുക. 3 അല്ല 30 വന്നാലും നമ്മൾ അതിനെ ചെയ്യും, നോക്കി തന്നെ എടുക്കും എന്നൊരു മൈൻഡ് സെറ്റ് കൊണ്ടുവരാൻ നോക്കുക. അപ്പൊ അതെങ്ങനെ ചെയ്യേണ്ടേ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇതേപോലത്തെ നമ്പേഴ്സ് വരുമ്പോൾ വലിയ നമ്പേഴ്സ് ആണ്, നിങ്ങൾക്ക് മൈൻഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് മാക്സിമം 5 ഡിജിറ്റ് വരെയൊക്കെ പോകത്തുള്ളൂ, അതിൽ കൂടുതൽ പോകാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതിനെ വലിയ നമ്പേഴ്സ് ആണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്പേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് അപ്രോച്ച് ചെയ്യുക. ഓക്കെ, നമ്പേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്തതിനു ശേഷം അപ്രോച്ച് ചെയ്യുക. എങ്ങനെ? ഇപ്പൊ തന്നേക്കുന്ന ഈ നമ്പേഴ്സിന്റെ എല്ലാം നമ്മുടെ സ്കൂൾ മോഡലിൽ പറയുകയാണെങ്കിൽ യൂണിറ്റ് പ്ലേസും ടെൻസ് പ്ലേസും അങ്ങ് റിമൂവ് ചെയ്യുക. ഓക്കെ, യൂണിറ്റ് പ്ലേസും ടെൻസ് പ്ലേസും അങ്ങ് റിമൂവ് ചെയ്യുക, എന്നിട്ട് ഹാൻഡിൽ ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ -56 -14, ഈ -56 -14 കൂടി നമ്മൾ സോൾവ് ചെയ്താൽ എത്ര വരും? -70 എന്ന് വരത്തില്ലേ?
ഇനി നമ്മൾ ആ 82ഉം ആ -70 കൂടി സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് വരും? 82 - 70 നമുക്ക് 12 എന്ന് വരത്തില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന്റെ യൂണിറ്റ് പ്ലേസും ടെൻസ് പ്ലേസും മാത്രം ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് വരുന്നുണ്ട്? 12 എന്ന് വരുന്നുണ്ട്. അപ്പൊ യൂണിറ്റ് പ്ലേസും ടെൻസ് പ്ലേസും കഴിഞ്ഞില്ലേ? ഇനി എന്താ ഉള്ളത്? 100, 1000 ഒക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പൊ ഈ -9ഉം ഈ -2 കൂടി സോൾവ് ചെയ്താൽ നമുക്ക് എത്രയെന്ന് വരും? -11 എന്ന് വരത്തില്ലേ? ആൻഡ് ഈ 13 മൈനസ് ഈ 11 നമ്മൾ ചെയ്യുവാണെങ്കിൽ 13 - 11 നമുക്ക് എത്രയെന്ന് വരും? 2 എന്ന് വരത്തില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ മുമ്പിൽ ആ 2 ഇട്ട് കൊടുത്താൽ പോരെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതല്ലേ നിങ്ങൾക്ക് പേപ്പറിന്റെ സൈഡിൽ കൊണ്ടുപോയി 2 വട്ടം എഴുതി എഴുതി ആഡ് ചെയ്ത് എഴുതി മൈനസ് ചെയ്ത് കിട്ടിയ സംഭവം നോക്കിയേ. അത് നമ്മൾ അതൊന്നും ചെയ്യാതെ സൈഡിലൊന്നും പോകാതെ ഇപ്പൊ ഞാൻ അവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് അത് വരച്ചേക്കുന്നത് പോലും. ഓക്കെ, അപ്പൊ വരയ്ക്കേണ്ട ആവശ്യം പോലും ഇല്ല. അങ്ങനെ വരച്ചേക്കുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ നമ്പറിനെ ഇതേപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് അപ്രോച്ച് ചെയ്താൽ പോരെ? നോക്കിയേ, ആ ബ്ലൂവിൽ എഴുതിയിരിക്കുന്ന ക്വസ്റ്റൻ ഒന്നുകൂടി എടുത്ത് എഴുതുന്നേ ഉള്ളൂ. ബിക്കോസ് നമുക്ക് അത് വരച്ച് കാണിക്കാൻ വേണ്ടി മാത്രം. ആ മെയിലിൽ നമുക്ക് ആ ക്വസ്റ്റൻ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊന്ന് എടുത്ത് എഴുതി. ഒരിക്കലും ആ ക്വസ്റ്റൻ ഇങ്ങനെ എടുത്ത് എഴുതല്ല. ഒന്ന്, നമ്മളിപ്പോ തുടങ്ങേണ്ട എവിടെ നിന്നാണ്? നമ്മൾ ഈ റെഡ് കളറിൽ എഴുതിയേക്കുന്നില്ലേ, അവിടെ നിന്നാണ് നമ്മുടെ ക്വസ്റ്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരിക്കലും ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ല, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് ഇത് നമുക്ക് സ്ക്രീനിൽ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇതേപോലെ പേപ്പറുടെ സൈഡിൽ പോയി എഴുതി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതിനുശേഷം നമുക്ക് ഇനി ഇവിടേക്കൊന്ന് വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ നമ്പേഴ്സിനെ പ്ലസും മൈനസും ചെയ്യുന്നത്. എന്നാൽ ഞാൻ നമ്പറിനെ വലിയ നമ്പർ ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് അപ്രോച്ച് ചെയ്യും, അല്ലാതെ നമ്മൾ സൈഡിൽ കൊണ്ടുപോയി എഴുതി ചെയ്യത്തില്ല. ഇനി വീണ്ടും ഈ ഒരു സ്റ്റെപ്പിലായിരിക്കും ചിലപ്പം നിങ്ങളിപ്പോൾ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം, ഈ സ്റ്റെപ്പിലായിരിക്കും കുറച്ച് അധികം സമയം എടുത്തത് ആൻസർ കിട്ടാൻ വേണ്ടി. പക്ഷേ ഈ സ്റ്റെപ്പിനെ എത്ര സിമ്പിൾ ആയിട്ട് അപ്രോച്ച് ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ശരിക്കും മേളിൽ ചെയ്ത ആ മെത്തേഡ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പ്ലസും മൈനസിനും വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിനെ തന്നെ നമുക്ക് ചില സ്ഥലങ്ങളിലെങ്കിലും എന്ത് ചെയ്യാം? ഇൻറ്റുവും ഡിവിഷനൊക്കെ യൂസ് ചെയ്യാം. നല്ലപോലെ വർക്ക് ചെയ്യും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീണ്ടും നമ്പേഴ്സ് വലുതായിട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് അപ്രോച്ച് ചെയ്യാം. 12, 72. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 12 ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് 72 വരുന്നത്? ആ നമ്പറിന്റെ അവസാനത്തെ 2 ഡിജിറ്റ് മാത്രം എടുക്കുക. 12 ഇൻറ്റു 6 ചെയ്യുമ്പോഴല്ലേ 72 വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഇനി ആ 2ഉം ആ മുമ്പിലുള്ള 12 കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ആ 2 ഇൻറ്റു അതേ 6 ചെയ്യുമ്പോഴാണോ 12 വരുന്നത്? ആണല്ലോ. 12 ഇൻറ്റു 6 ആണ് 72. 2 ഇൻറ്റു 6 ആണ് 12. അങ്ങനാണെങ്കിൽ ആ 212 ഇൻറ്റു 6 ആയിരിക്കണ്ടേ ആ 1272 എന്ന് പറയുന്നത്? എന്നിട്ട് നമ്മുടെ 12 ഇൻറ്റു 6 72 ആണ്. നമ്മുടെ ഈ 2 ഇൻറ്റു 6 12 ആണ്. അങ്ങനെയാണെങ്കിൽ 212 ഇൻറ്റു 6 അല്ലേ 1272 എന്ന് പറയുന്നത്? നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്ത് അപ്രോച്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ആ എക്സിന്റെ വാല്യൂ എത്രയെന്ന് വരും? 6 എന്ന് വരും. കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറയുവാണെങ്കിൽ ഈ സ്റ്റെപ്പ് നമ്മൾ എഴുതത്തില്ല. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മുടെ ഒരേ ഒരു സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ ആൻസർ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നോക്കിയാൽ അത്യാവശ്യം വലിയ നമ്പേഴ്സ് ആണ്. അത്യാവശ്യം അത് എല്ലാവരും ഒരുപാട് എഴുതിയായിരിക്കും ചെയ്യുന്നത്. ഇപ്പം ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയവർക്ക് അറിയാം അത് എങ്ങനെയായിരിക്കും പോയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു റഫ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ റഫ് വർക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സൈഡിൽ പോയി വേറൊരു റഫ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇപ്പം നമ്മൾ ചെയ്തേക്കുന്ന നോക്കിയേ, ആ റെഡിൽ എഴുതിയേക്കുന്നതാണ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മേളത്തത് ക്വസ്റ്റ്യൻ എടുത്ത് എഴുതിയതിനു ശേഷം ആ റെഡ് എഴുതിയ ആ ഒരേ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ആൻഡ് സൈഡിൽ പോയി വേറെ റഫ് വർക്ക് ചെയ്തിട്ടുമില്ല. ആ സൈഡിൽ എഴുതിയൊക്കെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഒന്ന് എടുത്ത് എഴുതിയെന്ന് മാത്രം. അല്ല നമ്മളവിടെ സൈഡിൽ പോയി എഴുതി പ്ലസ് ചെയ്യോ, എഴുതി മൈനസ് ചെയ്യോ, എഴുതി ഇൻറ്റു ചെയ്യോ, എഴുതി ഡിവൈഡ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല. നോക്കിയേ അപ്രോച്ച്. അപ്പൊ ഇങ്ങനെയുള്ള അപ്രോച്ചുകളാണ് നമ്മൾ ഇവിടെ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനു വേണ്ടി കൂടിയാണ് നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്യുന്നത്. ഈവൻ സിംപ്ലിഫിക്കേഷൻ പോലത്തെ ചെറിയ എല്ലാവർക്കും അറിയാവുന്ന 2ാം ക്ലാസ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബോർഡമസിന്റെ റോളിൽ പോലും എന്തുമാത്രം ചേഞ്ചസും എന്തുമാത്രം നമുക്ക് അതില് എന്താ പറയാ, അതിനെ വളരെ സ്മാർട്ടായിട്ട് വളരെ അഡ്വാൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സ്കൂളിൽ ആ മെത്തേഡൊക്കെ കളഞ്ഞിട്ട് അതിനെ വളരെ സ്മാർട്ടായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് എങ്ങനെയാണ് കോമ്പറ്റേറ്റീവ് എക്സാമിൽ യൂസ് ചെയ്യുന്നത്, നല്ലപോലെ ചെയ്യുന്നവർ എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെറും സിംപ്ലിഫിക്കേഷൻ പോലത്തെ ഒരു ചെറിയ സാധനം യൂഷ്വലി ആരും പഠിക്കാത്ത, ഒരുപാട് പേരും പഠിക്കാതെ വിട്ട് കളയുന്ന ബോർഡമസ് അല്ലേ, സ്കൂളിൽ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിൽ പഠിച്ചല്ലേ, പ്ലസ് മൈനസ് ഡിവൈഡ് എന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എന്ന് വിചാരിച്ച് വിട്ട് കളയുന്ന ഈ ഒരു സംഭവത്തിൽ തന്നെ എന്തുമാത്രം ചേഞ്ചസ് കൊണ്ടുവരാം, എന്തുമാത്രം സ്മാർട്ടായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്കൊരു മനസ്സിലായിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ചാപ്റ്റേഴ്സ്, നമ്മുടെ നമ്പർ സിസ്റ്റം തൊട്ട് ഇനി അങ്ങോട്ടുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിലൊക്കെ സ്കൂളിലെ മെത്തേഡൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മൾ ഇവിടെ എത്രമാത്രം ഡിഫറെന്റ് ആയിരിക്കും ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ആ ഒരു അപ്രോച്ച് ആണ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിൽ വേണ്ടിയത്. ആ ഒരു അപ്രോച്ച് ആണ് ഏറ്റവും നല്ലപോലെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിൻകുലം കൂടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ട്രൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു സെഷന്റെ എൻഡിലേക്ക് നമുക്ക് പോകാം. അപ്പൊ നമുക്കിനി ഇവിടെ വരുമ്പോഴത്തേന് നമുക്ക് വിൻകുലം ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ ഒരു -5 -3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ അതിനെ എടുക്കുന്നത് എങ്ങനെ, -8 എന്നാണ് എടുക്കുന്നത്. പക്ഷെ വിൻകുലത്തിൽ ഒരു സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും -5 -3 എന്നൊക്കെ വരുമ്പം നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ വിൻകുലം വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ സൈൻ എടുക്കാൻ പാടില്ല.
അതാണ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 5 - 3 നമ്മൾ ആദ്യമേ ചെയ്യണം, ആ സൈൻ എടുക്കുകയും ചെയ്യല്ല. അങ്ങനെ ഈ 5 - 3 നമുക്ക് എത്രയെന്ന് വരും, 2 എന്ന് വരും. എന്നിട്ട് അതിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുക മാത്രമേ ചെയ്യാവൂ, ആ മൈനസ് ഇട്ട് കൊടുക്കുക മാത്രമേ ചെയ്യാവൂ. അപ്പൊ ഇതാണ് നമ്മുടെ വിത്ത് വിൻകുലം ആൻഡ് വിത്തൗട്ട് വിൻകുലം വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, വിത്തൗട്ട് വിൻകുലം വരുമ്പം നമുക്ക് അതിനെ ഇങ്ങനാണ് എടുക്കേണ്ടെങ്കിൽ, വിൻകുലം ഇല്ലാതെ വരുമ്പം ഇങ്ങനാണ് എടുക്കേണ്ടെങ്കിൽ, വിത്ത് വിൻകുലം, വിൻകുലം വരുന്ന സമയത്ത് നമ്മൾ അതിനെ എടുക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ വിൻകുലത്തിൽ വരുന്ന ഒരേ ഒരു സ്പെഷ്യൽ കാര്യം ഇതാണ്. ഇത് ഒരുപാട് പേര് അറിയാറില്ല. പലപ്പോഴും എക്സാമിൽ ഇരിക്കുമ്പം പെട്ടെന്ന് എന്ത് ചെയ്യും, ആ -5 -3 -8 അങ്ങ് എടുത്തങ്ങ് പോകും. എന്നുള്ള വിൻകുലം എന്ന് പറയുമ്പോൾ പലരുടെയും മൈൻഡിൽ വരുന്ന ഒരേ ഒരു കാര്യം, അത് ആദ്യമേ ചെയ്യണം എന്നുള്ളത് മാത്രമേ മൈൻഡിൽ വരാറുള്ളൂ. പക്ഷേ അത് ആദ്യമേ ചെയ്യണം, ശരിയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവിടെ വരുന്ന ഈ ഒരു സ്പെഷ്യൽ കേസ് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഈ ക്വസ്റ്റിനെ ഒരു സ്റ്റെപ്പ് പോലും ഇല്ലാതെ ഒന്ന് ചെയ്താലോ? നമുക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഇത് നമുക്ക് ആക്ച്വലി ഇപ്പം വളരെയധികം ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. ഇനി ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ പലരും ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ആ ക്വസ്റ്റ്യൻ ശരിക്കും അവിടെ ആ നമ്പേഴ്സ് അല്ല ഇമ്പോർട്ടന്റ്. അവിടെ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി ഏതിന്റെ മേളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ബ്രാക്കറ്റിന്റെ മേളിലാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ലൈൻ ബ്രാക്കറ്റ്, ഓപ്പൺ ബ്രാക്കറ്റ്, കേർലി ബ്രാക്കറ്റ്, ക്ലോസ്ഡ് ബ്രാക്കറ്റ്, പിന്നെ ബ്രാക്കറ്റ് ഇല്ലാത്ത നമ്പർ. അപ്പൊ ശരിക്കും ആ ക്വസ്റ്റ്യൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതിന്റെ മേളിലാണ്, ബ്രാക്കറ്റിന്റെ മേളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേരും ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഓരോ ബ്രാക്കറ്റ് സോൾവ് ചെയ്യാൻ ഓരോ സ്റ്റെപ്പ് എഴുതും. ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. ഇതിനെ ഒരു സ്റ്റെപ്പ് പോലും ഇല്ലാതെ നമ്മൾ സ്ക്രീനിലേക്ക് ജസ്റ്റ് ആ ഒരു കൈ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തു പോവുകയാണ് ചെയ്യേണ്ടത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. അപ്പൊ നമുക്ക് അതൊന്ന് എടുത്താലോ, എക്സാം പോയിന്റ് ഓഫ് വ്യൂല് തന്നെ. അപ്പൊ നമുക്ക് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു പോകത്തേ ഉള്ളൂ, ഞാൻ സ്റ്റെപ്പ് എഴുതത്തില്ല. നിങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വരയ്ക്കാൻ പോലും നിൽക്കല്. നിങ്ങൾ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്ത് ചെയ്യുക, സ്ക്രീനിലേക്ക് ഒരു എന്താ പറയുക, കൈ വെച്ചുകൊണ്ട് ഫിംഗർ വെച്ചുകൊണ്ട് ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെ നിന്ന് തുടങ്ങേണ്ടത്, 5 - 3 നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. 5 - 3 നമുക്ക് എത്രയെന്ന് വരും, 2 എന്ന് വരും. ഇനി നമുക്ക് അവിടെ 7 ഉണ്ട്, ആൻഡ് അതിന് ശേഷം അവന്റെ ഇടയ്ക്ക് എന്തുണ്ട്, മൈനസ് ഉണ്ട്. അങ്ങനെ ഈ 7 - 2 എന്ന് വരും. 7 - 2 എത്രയാണ്, 5 ആണ്. ഇനി നമ്മുടെ ആ ഒരു ലൈൻ ബ്രാക്കറ്റും കഴിഞ്ഞു, ആ ഒരു നമ്മുടെ ഓപ്പൺ ബ്രാക്കറ്റും കഴിഞ്ഞു. ഇനി അവിടെ നമുക്ക് 5 ആണ് കിട്ടിയത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. 10 ആൻഡ് അവിടെ ഇടയ്ക്ക് ഉള്ളത് മൈനസ്, സോ 10 - 5. 10 - 5 നമുക്ക് എത്രയെന്ന് വരും, 5 എന്ന് വരും. നമ്മുടെ ആ കേർലി ബ്രാക്കറ്റും കഴിഞ്ഞു. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. 20 - 5 നമുക്ക് എത്രയെന്ന് വരും, 15 എന്ന് വരും. ആൻഡ് നമ്മുടെ ആ ക്ലോസ്ഡ് ബ്രാക്കറ്റും കഴിഞ്ഞു. ആൻഡ് ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് 25 ഇടയ്ക്ക് മൈനസ്, സോ 25 - 15 നമുക്ക് 10 എന്ന് വരും. ആൻഡ് 10 ആണ് നമ്മുടെ ആൻസർ. നോക്കിയേ, അവിടെ ഒരു സ്റ്റെപ്പ് പോലും എഴുതിയിട്ടുണ്ടോ, ഇല്ല. നമ്മളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഒന്ന് വരച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് നോക്കി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റെപ്പ് പോലും എഴുതാണ് ചെയ്തു പോയിരിക്കുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പലർക്കും കുറച്ച് പാടായിട്ട് തോന്നാറുണ്ടെങ്കിലും അത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇതേപോലെ ചുമ്മാ നമുക്ക് നോക്കി ആൻസർ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ വിൻകുലത്തിന്റെ ഈ ഒരു സ്പെഷ്യൽ കേസും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു ലാസ്റ്റിൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം ശരിക്കും ഇത് എങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാമിൽ സ്കൂളിൽ പഠിച്ചതൊക്കെ അല്ലേ, അത് അതേപോലെ അങ്ങ് ചെയ്താൽ പോരെ, അത് അതേപോലെ തന്നെ ചെയ്താൽ മതി. പക്ഷെ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും നമ്മൾ പലപ്പോഴും ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്സ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് മെത്തേഡ്സേ ഫോളോ ചെയ്യത്തുള്ളൂ, ആ സ്കൂളിലെ മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യത്തുള്ളൂ. പക്ഷെ അങ്ങനല്ല, ഇവിടെ വരുമ്പോൾ ഇതാണ് അപ്രോച്ച്, ഇതാണ് മെത്തേഡ്, ഇതാണ് സ്മാർട്ടായിട്ട് ചെയ്യുന്ന രീതികൾ, ആൻഡ് ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഇതിന്റെ അപ്പുറത്തുള്ളതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എഴുതുന്ന സ്റ്റെപ്പ് പോലും നിങ്ങൾ എഴുതാനും പാടില്ല. അപ്പൊ എത്രയും സ്റ്റെപ്പ് കുറച്ച് വളരെ സ്മാർട്ടായിട്ടാണ് ആൻസർ എടുക്കേണ്ടത്. ഞാൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിംപ്ലിഫിക്കേഷൻ പോലത്തെ ഒരു ചെറിയ ടോപ്പിക്കിൽ ജസ്റ്റ് നമ്മളൊരു 3-4 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഇത്രയും മാത്രം വ്യത്യാസങ്ങൾ നമുക്കവിടെ ഉണ്ടെങ്കിൽ, സ്കൂളിൽ വെച്ച് നോക്കുമ്പോൾ ഇത്രയും മാത്രം വ്യത്യാസം നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുമാത്രം വ്യത്യാസം ഇനി വരാതിരിക്കുന്ന ചാപ്റ്ററിൽ നമുക്ക് വരും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അതൊക്കെ നമുക്ക് ഇനി മുമ്പോട്ട് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും, മനസ്സിലാക്കും. വളരെ സ്മാർട്ട് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള അപ്രോച്ചിലായിരിക്കും നമ്മൾ ആ ക്വസ്റ്റൻസിനെ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് നമ്മുടെ റെയിൽവേ എക്സാംസിനെ കുറിച്ച് ഒരു ക്ലിയർ ഐഡിയയും, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സും, അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു രീതി എങ്ങനെയാണ്, ലൈക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിലൊരു ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന രീതി എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ കവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അടുത്ത 30 to 60 ഡേയ്സിന്റെ ഇടയ്ക്ക് ഏറ്റവും നല്ലപോലെ ശരിയാക്കി എടുക്കുക. ആദ്യത്തെ 2 ആഴ്ച നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ ബേസിക്സ് കവർ ചെയ്യാൻ വേണ്ടി, പിന്നുള്ള ഒരു എന്താ പറയുക ഒരു 4 തൊട്ട് 6 ആഴ്ച നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കാൽക്കുലേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, എന്തിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ ക്ലാസ്സസ് പോകുന്നതിന്റെ കൂടെ തന്നെ. അപ്പൊ ഈ ഒരു കാര്യങ്ങളും ഏറ്റവും നല്ലപോലെ ഇംപ്രൂവ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും നല്ലപോലെ ചെയ്യാൻ പറ്റട്ടെ ഞാൻ നിങ്ങളെ എല്ലാവരും വിഷ് ചെയ്യുന്നു. അതേപോലെ തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ നിങ്ങളെ എല്ലാവരും വിഷ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വരുന്ന ക്ലാസ് സെഷൻസിൽ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്കും ഇതേപോലത്തുള്ള അഡ്വാൻസ് കൺസെപ്റ്റും ഇതേപോലത്തെ സ്മാർട്ട് ആയിട്ടുള്ള രീതികളും മെത്തേഡ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്